ഇന്നത്തെ മാർക്കറ്റ് എക്സ്പെക്ടേഷൻസ് പങ്കുവെക്കുവാനും ഒക്കെയായിട്ട് ദുബായിൽ നിന്നും നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സാർ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആദ്യം അമേരിക്കൻ വിപണിയിലേക്ക് തന്നെ പോയി നോക്കാം. ഇന്നിപ്പോൾ ഈ ഒരാഴ്ചയിൽ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇൻഫ്ലേഷൻ കണക്കുകളൊക്കെ വരാനിരിക്കുകയാണ്, PCE കണക്കുകളൊക്കെ വരാനിരിക്കുകയാണ്. ഒരല്പം കൂടി കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് അല്പം കൂടി മെച്ചപ്പെട്ട പ്രകടനമാണ് അമേരിക്കൻ സൂചികൾ നടത്തിയിരിക്കുന്നത് എന്നും പറയാൻ സാധിക്കും. ഡൗ ജോൺസ് സൂചിക വളരെ ഫ്ലാറ്റ് 0.04% നേട്ടം മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് 39,127.8 എന്നൊരു നിലയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്കിലേക്ക് എത്തുമ്പോൾ ഏകദേശം 0.5% നേട്ടത്തിൽ 17,802.66 എന്നൊരു നിലയുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ വിപണികളെ സംബന്ധിച്ച് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ വളരെ നല്ല ലോ റിസ്ക് ആയിട്ട് ഒരു ബുള്ളിഷ് സെറ്റപ്പ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സ് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വാസ് ട്രേഡിംഗ് സൈഡ് വേസ്. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച നമുക്ക് നല്ലൊരു നേട്ടം കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിന് വളരെ നല്ലൊരു സപ്പോർട്ട് ബേസ് 38,900 പോയിന്റ്സിൽ ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബേസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്നോ. ബട്ട് ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 39,200 റെസിസ്റ്റൻസ് ലെവൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ 39,500, അതിനെ തുടർന്ന് 39,800 ആയിരിക്കും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിലുള്ള റെസിസ്റ്റൻസ് ലെവൽസ്. അതേസമയം നമ്മൾ നാസ്ഡാക്ക് നോക്കുമ്പോഴേക്കും നാസ്ഡാക്കിൽ വീണ്ടും ഇന്നലെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. നാസ്ഡാക്ക് ഇൻഡെക്സിൽ ഒരു ഗുഡ് ചാൻസ് ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ കാണാൻ സാധിക്കും. വീണ്ടും അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് നാസ്ഡാക്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നത് 19,900, അതിനെ തുടർന്ന് 20,200, അതിനെ തുടർന്ന് 20,500 പോയിന്റിലോ റെസിസ്റ്റൻസസ് കാണാൻ സാധിക്കുന്നത്. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഗോൾഡിൽ ഇന്നൊരു ഇടിവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഗോൾഡിലേക്ക് എത്തുമ്പോൾ ട്രോയ് ഔൺസിൽ 2,309.95 എന്നൊരു നിലയിലാണ് ഗോൾഡ് ഫ്യൂച്ചേഴ്സിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ പെട്ടെന്ന് ഇന്നലത്തെ ഒരു വ്യാപാരത്തെ അപേക്ഷിച്ച് ഏകദേശം $10 ഒരു ഇടിവിലാണ് ഇപ്പോൾ ഗോൾഡിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? പ്രധാനമായിട്ടും ഈ ഒരു കമ്മോഡിറ്റിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ വീണ്ടും കഴിഞ്ഞ 2 സെഷനിലെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് വീണ്ടും ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ടേൺഡ് ബെയറിഷ്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $2,290 ലെവലിൽ ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും കറന്റ് ലെവൽസിൽ അവോയ്ഡ് ചെയ്യുക. സാർ, ഒപ്പം തന്നെ ക്രൂഡിലേക്ക് കൂടി എത്തുകയാണ്. ക്രൂഡിലേക്ക് വരുമ്പോൾ WTI ക്രൂഡ് ഫ്യൂച്ചേഴ്സ് നിലവിൽ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിൽ $80.59 എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനോടൊപ്പം തന്നെ ബ്രെന്റ് ഫ്യൂച്ചേഴ്സിലേക്ക് വരികയാണെങ്കിലും സമാനമായൊരു ഇടിവിൽ $84.19 എന്നൊരു നിലയിലുമാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ we can see a nice bullish setup. ക്രൂഡിന്റെ കേസിൽ WTI ക്രൂഡിന്റെ കേസിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ $82 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ക്രൂഡിന്റെ കേസിൽ നമുക്ക് ആ ലെവലിൽ നിന്നും ഒരു $3 നേട്ടം എക്സ്പെക്ട് ചെയ്യാം. മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്ന $78. എനിക്ക് തോന്നുന്നില്ല $78 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്നോ. ഒപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് എത്തുകയാണെങ്കിൽ വീണ്ടും റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു നിഫ്റ്റി ആയിരുന്നു ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം 24,000 എന്നൊരു സൈക്കോളജിക്കൽ ലെവൽ മറികടക്കാനായിട്ട് 130ഓളം പോയിന്റ്സിൻ്റെ ദൂരം മാത്രമാണ് നിഫ്റ്റിക്ക് മുന്നിലുള്ളത്. ഇന്നലെ ക്ലോസിംഗ് നടത്തിയിരിക്കുന്നതും വളരെ ഒരു റെക്കോർഡ് ഹൈ ക്ലോസിംഗ് തന്നെയാണ്. 23,868.8 എന്ന നിലയിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു റാലി തുടരുമെന്നാണോ അതോ ഒരു വളരെ ഷോർട്ട് ടൈമിൽ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുമെന്ന്. എന്തെന്നാൽ ഇതില് നിഫ്റ്റിയിൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ഒരു സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രി ആൻഡ് HDFC ബാങ്ക്.
റിലയൻസ് ഇൻഡസ്ട്രി കഴിഞ്ഞ 3 മാസമായിട്ട് അണ്ടർ പെർഫോം ചെയ്ത സൈഡ് വേസ് പാറ്റേണിലായിരുന്നു ട്രേഡിംഗ് നടത്തി വന്നത്. 3 മാസങ്ങൾക്ക് ശേഷം ഇന്നലെയായിരുന്നു ആദ്യമായിട്ട് നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിൽ ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് നിഫ്റ്റി 50ക്ക് നല്ലൊരു താങ്ങ് നൽകാൻ പോകുന്നുണ്ട് റിലയൻസ് ഇൻഡസ്ട്രി. നമ്മൾ നിഫ്റ്റി 50യിലോ അതല്ലെങ്കിൽ മേജർ ബാങ്കിങ് സ്റ്റോക്സിലോ ഒന്നും തന്നെ ഷോർട്ട് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. അണ്ടർ ടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. അടുത്ത മേജർ റെസിസ്റ്റൻസ് നിഫ്റ്റി 50 ഫേസ് ചെയ്യാൻ പോകുന്നത് 24,200, അതിനെ തുടർന്ന് 24,800. സോ ദർസ് എ ലോങ് വേ ടു ഗോ ഫോർ ദ നിഫ്റ്റി 50. യെസ്. ഒപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് എത്തുകയാണെങ്കിൽ തുടർച്ചയായിട്ട് ഒരു 2ാം ദിവസം വളരെ ശക്തമായിട്ടൊരു ബുൾ റാലി തന്നെയായിരുന്നു നമുക്ക് നിഫ്റ്റി ബാങ്കിലും കാണാൻ സാധിച്ചിരുന്നത്. 52,870.5 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല ഇൻട്രാഡേ ഹൈയിലേക്ക് എത്തുമ്പോൾ 53,000 വളരെ അടുത്ത് വരെ എത്താനായിട്ടും നിഫ്റ്റി ബാങ്കിന് ഇന്നലത്തെ വ്യാപാരത്തിൽ സാധിച്ചിരുന്നു. 52,988.3 ഇന്നലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇൻട്രാഡേ ഹൈ എന്ന് പറയുന്നത്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് ഇനി ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ലോ റിസ്ക് ആയിട്ട് ഒരു അവസരം കാണാൻ സാധിക്കുന്നത്. അണ്ടർ ടോൺ കണ്ടിന്യൂസ് ടു ബി വെരി ബുള്ളിഷ്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 53,400, അതിനെ തുടർന്ന് 53,960. യെസ്. ഒപ്പം തന്നെ നേരത്തെ സർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു റിലയൻസ് ആയിരുന്നു നിഫ്റ്റീനെ ഇന്നലെ ഏറ്റവും അധികം സപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നതെന്ന്. എന്ന് മാത്രം റിലയൻസിലേക്ക് തന്നെയാണ് വരുന്നത്. റിലയൻസിലേക്ക് എത്തുമ്പോൾ പുതിയൊരു ഓൾ ടൈം ഹൈയിലേക്ക് എത്താനായിട്ട് ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ റിലയൻസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. 3037.95 എന്നൊരു പുതിയ ഓൾ ടൈം ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല ഒരു പുതിയ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഓൾ ടൈം ഹൈ ക്ലോസിംഗ് തന്നെയാണ് 3021.1 എന്ന നിലയിൽ. റിലയൻസിൽ ഇനി മുന്നോട്ട് ഉള്ള മേജർ റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? റിലയൻസിന് ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് പുതിയ ഒരു റെസിസ്റ്റൻസും ഇല്ല. എന്തെന്നാൽ ഇറ്റ് ഹസ് റീച്ച്ഡ് എ ന്യൂ ഓൾ ടൈം ഹൈ. സോ കറന്റ് ലെവൽസിൽ നിന്ന് നമുക്ക് ചുരുങ്ങിയത് ഒരു 6 മുതൽ 10% നേട്ടം കറന്റ് ലെവൽസിൽ നിന്നും റിലയൻസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സർ, ഒപ്പം തന്നെ HDFC ബാങ്കിലേക്ക് കൂടി വരികയാണ്. HDFC ബാങ്കിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ വളരെ ശക്തമായിട്ടൊരു നേട്ടം ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിൽ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലത്തെ വ്യാപാരത്തിൽ ഓഹരിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് HDFC ബാങ്കിലും കാണാൻ സാധിക്കുന്നത്. HDFC ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? HDFC ബാങ്കിൽ നോക്കുമ്പോഴേക്കും HDFC ബാങ്കിന്റെ ഓൾ ടൈം ഹൈ നിലനിൽക്കുന്നത് ഇറ്റ് ഈസ് അറൌണ്ട് 1760 ലെവൽ. ആ ഒരു ലെവലിന്റെ വളരെ അടുത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ റെസിസ്റ്റൻസ് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയാവുന്നത്. മൈ സജഷൻ, മൈ റെക്കമെൻഡേഷൻ, നമ്മുടെ കൈവശം HDFC ബാങ്ക് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു ഹോൾഡ് ഇറ്റ്, കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഷോർട്ട് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഈ 1760 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്നും ചുരുങ്ങിയത് നമുക്കൊരു 150 രൂപയുടെ നേട്ടം കൂടെ എക്സ്പെക്ട് ചെയ്യാം HDFC ബാങ്കിന്റെ കേസിൽ. സർ, ഒപ്പം തന്നെ ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ ഒരു പക്ഷേ ഏറ്റവും അധികം തിളങ്ങിയ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസർ സ്റ്റോക്കുകൾ തന്നെയാണ്. ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിലേക്ക് എത്തുകയാണെങ്കിൽ പ്രത്യേകിച്ചും നവീൻ ഫ്ലൂറിൻ, പാരാദീപ് പോലെയുള്ള ഓഹരികളിലൊക്കെ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ആദ്യമായി സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന നവീൻ ഫ്ലൂറിനുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ്. 1.39% നേട്ടത്തിലാണ് ഇന്നലെ നവീൻ ഫ്ലൂറിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നവീൻ ഫ്ലൂറിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ നവീൻ ഫ്ലൂറൈൻ ഏപ്രിൽ 23 ശേഷം തുടർച്ചയായിട്ടൊരു കറക്ഷൻ നേരിട്ടൊരു സ്റ്റോക്ക് ആയിരുന്നു നവീൻ ഫ്ലൂറൈൻ. ആൻഡ് ഈ ജൂൺ 4 ആയിരുന്നു അതിൻ്റെ ഒരു മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇലക്ഷൻ റിസൾട്ട് അനൗൺസ് ചെയ്തതിനെ തുടർന്ന് ആ ഒരു മേജർ ലോ ലെവല് 2,900 രൂപയിലെ കാണാൻ സാധിക്കുന്നു. അതിനുശേഷം നല്ലൊരു ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് നമുക്ക് നവീൻ ഫ്ലൂറൈൻ്റെ കേസിൽ വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം വന്നു ചേർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആസ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുക. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുമ്പോൾ നല്ല ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈ സ്റ്റോക്ക് 3,360 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. അറ്റ് ദ സെയിം ടൈം
നമ്മളൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 3650, അതിനെ തുടർന്ന് 3800, 3950. ഒപ്പം തന്നെ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നാഷണൽ ഫെർട്ടിലൈസേഴ്സിലേക്ക് നോക്കുമ്പോൾ ഇന്നലെ ഏകദേശം 3% നേട്ടത്തിൽ 131.2 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ജൂൺ 21 രേഖപ്പെടുത്തിയ 155.5 ആണ്. നാഷണൽ ഫെർട്ടിലൈസേഴ്സിലുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? So, National Fertilizers, FACT, Rashtriya Chemicals, Paradeep Phosphates, Madras Fertilizers, മുതലായ പബ്ലിക് സെക്ടർ ഫെർട്ടിലൈസർ സ്റ്റോക്സിലൊക്കെ നല്ല ബുള്ളിഷ് സെറ്റപ്പ് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നാഷണൽ ഫെർട്ടിലൈസേഴ്സിൽ നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 120 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ആ കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 136, അതിനെ തുടർന്ന് 147, അതിനെ തുടർന്ന് 153. 160 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 180 ഒപ്പം തന്നെ സർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ കെമിക്കൽസിലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിലേക്ക് തന്നെയാണ് വരുന്നത്. രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സിലേക്ക് എത്തുമ്പോൾ ഇന്നലെ 1% നേട്ടത്തിൽ 191.09 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിലും ജൂൺ 21 രേഖപ്പെടുത്തിയ 227.7 ആണ്. രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസറിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? RCFന്റെ കേസിൽ എനിക്ക് തോന്നുന്നില്ല 184 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. സോ നമ്മൾ ആ ഒരു ചെറിയ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ഇത് ഫേസ് ചെയ്യാൻ പോകുന്നത് 203, അതിനെ തുടർന്ന് 215, 230, ആൻഡ് ആ 230 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 250 രൂപയിലാണ്. ഒപ്പം തന്നെ IDFC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. IDFC ലിമിറ്റഡിലേക്ക് എത്തുമ്പോൾ ഇന്നലെയും 0.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. 122.2 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 2023 സെപ്റ്റംബർ 28 രേഖപ്പെടുത്തിയ 137 രൂപയാണ്. അതിനുശേഷം ഏകദേശം ഒരു 9 മാസത്തിലധികമായിട്ട് വളരെയധികം വലിയൊരു കറക്ഷനിലാണ് ഈ ഓഹരി മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ കാണാം. IDFC ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ IDFC ഇസ് എ ടേൺ റൗണ്ട് സ്റ്റോക്ക്. കഴിഞ്ഞ 5-8 മാസങ്ങളായിട്ട് അണ്ടർ പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു IDFC. ആൻഡ് IDFCയിലും നമുക്ക് ജൂൺ 4 ഇലക്ഷൻ റിസൾട്ടിന് ശേഷം നല്ലൊരു ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് നല്ലൊരു ബുള്ളിഷ് സ്റ്റെപ്പും ഫോം ചെയ്തു വരുന്നുണ്ട്. നമ്മളൊരു ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 118 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ബുള്ളിഷ് ട്രിഗറായിട്ട് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ലെവൽ ഇസ് 124 rupees 50 paisa, 124 രൂപ 50 പൈസ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ച അടുത്ത മേജർ റെസിസ്റ്റൻസ് 126, 128, 130. ഒപ്പം തന്നെ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട ഓഹരികളുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ന്യൂ ഇന്ത്യ അഷുറൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നലെ ഏകദേശം 0.5% നേട്ടത്തിൽ 240.11 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ടൊരു സൈഡ് വേസ് പാറ്റേണിലാണ് ഈ ഓഹരിയിൽ വ്യാപാരം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ന്യൂ ഇന്ത്യ അഷുറൻസ് ഉള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല പറഞ്ഞ വളരെ ശരിയാ. കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് ഒരു സൈഡ് വേസ് പാറ്റേണിൽ ന്യൂ ഇന്ത്യ ട്രേഡിംഗ് നടത്തി വരുന്നത്. ബട്ട് വീണ്ടും NIACലും നമുക്കൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 133 രൂപയിലെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിൽ പിന്നീട് ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് ആദ്യത്തെ 155, അതിനെ തുടർന്ന് 160, അതിനുശേഷം ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് 170. ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിലാദ്യമായി അനിൽകുമാർ എന്ന പ്രേക്ഷകൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് വളരെ ഫ്ലാറ്റായി 123.5 എന്നൊരു നിലയിലാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്?
അല്ല, ബാങ്ക് ഓഫ് ഇന്ത്യയിലോട്ട് വരുന്നതിന് മുൻപ് ന്യൂ ഇന്ത്യയിൽ 100 ദ റെസിസ്റ്റൻസ് ലെവൽസ് 250, 255, 260, 270. ആൻഡ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോട്ട് വരുമ്പോഴേക്കും ബാങ്ക് ഓഫ് ഇന്ത്യ അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പബ്ലിക് സെക്ടർ ബാങ്കായിട്ടാണ് വിലയിരുത്തേണ്ടത്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ദ ലോങ് ടേം ട്രെൻഡ് ഫ്ലാറ്റ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷും ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്കൊരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് 135 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ബൈയിങ് ട്രിഗർ നമുക്ക് ലഭിക്കാൻ പോകുന്നുള്ളൂ. യെസ്. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകനെ രാജേഷ് NCC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. NCC ലിമിറ്റഡ് ഇന്നലെ 1.5% നേട്ടത്തിൽ 328.5 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. NCCയിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? NCC ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ഷോർട്ട് ടേം ട്രെൻഡിൽ അണ്ടർടോൺ ബുള്ളിഷ് ആണെങ്കിൽ പോലും കഴിഞ്ഞ ഒരു 2 ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷന് കാണാൻ സാധിക്കുന്നത്. 343 രൂപ ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു പുതിയ ബൈയിങ് ട്രിഗർ നമുക്ക് ലഭിക്കാൻ പോകുന്നുള്ളൂ. യെസ്. മറ്റൊരു പ്രേക്ഷകനായ ജോയിൻ നെറ്റ്വെബ് ടെക്നോളജീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.5% നേട്ടത്തിൽ 2602 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നെറ്റ്വെബ് ടെക്നോളജീസിലുള്ള താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? നെറ്റ്വെബ് ടെക്നോളജി കഴിഞ്ഞ ജൂലൈ മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം അൺലൈക്ക് മറ്റ് പല IPO സ്റ്റോക്സ് വിപരീതമായിട്ട് ദ സ്റ്റോക്ക് ഹസ് ഗിവൺ us എക്സലന്റ് റിട്ടേൺസ്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും വളരെ ബുള്ളിഷായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 2660 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 2700, അതിനെ തുടർന്ന് 2770 രൂപയിലും ആയിരിക്കും. യെസ്. കിരൺ രാജ് എന്ന പ്രേക്ഷകൻ IREDAയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. IREDA ഇന്നലെ 5% നേട്ടത്തിൽ 195.05 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. IREDAയിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ IREDA അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. മേജർ ഒരു റെസിസ്റ്റൻസ് 202 രൂപയിൽ കാണുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിംഗിൽ 202 റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഷോർട്ട് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. 202 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രേഡിംഗിന് വേണ്ടി നമുക്ക് ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. യെസ്. സിജു എന്ന പ്രേക്ഷകൻ സുസ്ലോൺ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സുസ്ലോൺ ഇന്നലെ 1.5% ഇടിവിൽ 52.72 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സുസ്ലോണിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ സുസ്ലോണിൽ ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്കൊരു ലോങ് ടേം ട്രേഡിങ്ങിന് വേണ്ടിയല്ല, ലോങ് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എൻ്റെ കൈവശമുണ്ട്. സുസ്ലോണിന്റെ കേസിൽ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി എക്സ്ട്രീംലി ബുള്ളിഷ്. ഈ സ്റ്റോക്കിന് വളരെ മേജർ ഒരു സപ്പോർട്ട് 50 രൂപയിലാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നില്ല 50ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ഒരു കറക്ഷൻ അവസാനിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഈ സ്റ്റോക്ക് സ്റ്റഡി ചെയ്യാം. യെസ്. ഒപ്പം തന്നെ സന്തോഷ് എന്ന പ്രേക്ഷകൻ ഇന്ത്യ മോട്ടോർ പാർട്സ് ആൻഡ് ആക്സസറീസ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരി വളരെ സ്മോൾ ക്യാപ് ഓഹരിയാണ്. 1111.9 എന്നൊരു നിലയിലാണ് ഇന്നലെ ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 2% നേട്ടം രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ മോട്ടോർ പാർട്സ് ആൻഡ് ആക്സസറി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ ഇന്ത്യ മോട്ടോർ പാർട്സ് അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്ക് അല്ല പറഞ്ഞ പോലെ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല.
ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 1220 രൂപയിലായിരിക്കും. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സി എ ലോട്ട് ഓഫ് ഗെയിൻസ് ഇൻ ദ ഷോർട്ട് ടേം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1050 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബിന്ദു എന്ന പ്രേക്ഷക SCPC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. SCPC ഇന്നലെ 1.5% നേട്ടത്തിൽ 18.97 എന്നൊരു നിലയിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയും ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഒരു ഓഹരിയാണ്. SCPCയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ SCPC പാറ്റേൺ നോക്കുമ്പോഴേക്കും കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല. അല്ല പറഞ്ഞതുപോലെ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഇതിൽ റിസ്ക് അല്പം വളരെ അധികമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമ്മളൊരു പ്യോർ സ്പെക്യുലേഷന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 20 രൂപ 25 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 22, അതിനെ തുടർന്ന് 23 രൂപയിലും ആയിരിക്കും. ബട്ട് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 18 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. സ്മോൾ ക്യാപ് സ്പേസിൽ നിന്നുള്ള മറ്റൊരു ഓഹരിയായ GTL ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നൊരു ഓഹരിയുമായി ബന്ധപ്പെട്ടാണ് ഒരു ക്വസ്റ്റ്യൻ എത്തിയിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിമീഷ് എന്ന പ്രേക്ഷകനാണ്. 2.97 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു പെന്നി സ്റ്റോക്ക് കൂടിയാണ് ഇത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ഈ കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? GTL ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. അല്ല, ഈ സ്റ്റോക്ക് എനിക്ക് ഡേറ്റ കിട്ടുന്നില്ല. ഇത് അടുത്ത സെഷനിൽ നമുക്ക് നോക്കാം. സർ, ഒപ്പം തന്നെ HDFC ലൈഫുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. HDFC ലൈഫിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? സോ HDFC ലൈഫ് ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ട്രിഗറും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 620 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. ഷാജി എന്ന പ്രേക്ഷകൻ അദാനി വിൽമറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിൽ 334.7 എന്നൊരു നിലയിലാണ് അദാനി വിൽമർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അദാനി വിൽമറിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? സോ വീണ്ടും ഒരു ഡിസ്ക്ലോഷർ, എനിക്ക് പേഴ്സണലി അദാനി വിൽമറിൽ ഒരു ലോങ് പൊസിഷൻ ഉണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് ഏരിയ 318 രൂപ. എനിക്ക് തോന്നുന്നില്ല എളുപ്പത്തിന് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും നമുക്ക് ലോ റിസ്ക് ആയിട്ട് അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 360 രൂപയിലാണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ട്രിഡൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1% നേട്ടത്തിൽ 38.7 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ട്രൈഡന്റ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഒത്തിരി സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് നടക്കുന്ന ഒരു സ്റ്റോക്കാണ്. ജനുവരി 24 ഇതിന്റെ ഒരു മേജർ ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്ന അറൌണ്ട് 53 രൂപ. അതിനുശേഷം കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് ഇതിലൊരു നല്ല കറക്ഷനാണ് നടന്നു വരുന്നത്. സ്റ്റോക്കിന് 33 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് മുകളിൽ 37 രൂപയിലും ഒരു സപ്പോർട്ട് ലെവൽ ഫോം ചെയ്തു വരുന്നുണ്ട്. നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ വരും സെഷൻസിൽ 40 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. 40 ശേഷം അടുത്ത ഒരു മേജർ റെസിസ്റ്റൻസ് 42, അതിനെ തുടർന്ന് 44 രൂപയിലും ആയിരിക്കും. മറ്റൊരു പ്രേക്ഷകൻ, ഒന്നിലധികം പ്രേക്ഷകർ LICയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% ഇടിഞ്ഞ് 1001 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. LICയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ വീണ്ടും ഒരു ഡിസ്ക്ലോഷർ, LICയിലും എനിക്ക് ഒരു ലോങ് പൊസിഷൻ കൈവശമുണ്ട്. ആൻഡ് LICയിലെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ലിറ്റിൽ ബിറ്റ് ബെയറിഷ്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിലും ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 960 രൂപ.
ലെറ്റസ് വെയിറ്റ് ആൻഡ് സി ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന്. ഫൈസൽ എന്ന പ്രേക്ഷകൻ IRCTCയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. IRCTC ഇന്നലെ ഏകദേശം 0.5% ഇടിവിൽ 990.9 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ IRCTCയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? IRCTC ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 950 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1060 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 1016 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1150 മധു എന്ന പ്രേക്ഷകൻ ഏഷ്യൻ പെയിന്റ്സുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏഷ്യൻ പെയിന്റ്സ് ഇന്നലെ 0.5% നേട്ടത്തിൽ 2865.6 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ പെയിന്റ്സിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഏഷ്യൻ പെയിന്റ്സ് കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് മാർക്കറ്റിന് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ഒരു നല്ല സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിന്റെ കേസിൽ ആദ്യത്തെ മേജർ സപ്പോർട്ട് ഏരിയ 2820. നമുക്കൊരു സേഫ് ആയിട്ട് ഒരു ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 3000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. നമ്മൾ ഒരു എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസ് ലോങ് പൊസിഷൻ എടുക്കാം, but strictly maintain a stop around the 2,800 rupees. ജിൽസ് എന്ന പ്രേക്ഷകൻ ലാർസൻ ആൻഡ് ടൂബ്രോയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ മികച്ചൊരു മുന്നേറ്റം നടത്താൻ ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. LNTയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? LNT ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൽ നമുക്ക് സേഫ് ആയിട്ട് ഒരു ബൈയിങ് അവസരം ലഭിക്കുമെങ്കിൽ 3725 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ പുതിയൊരു ഓൾ ടൈം ആയി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ലീന എന്ന പ്രേക്ഷക വരുൺ ബിവറേജസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. VBLലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1558 സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1650, അതിനെ തുടർന്ന് 1730, അതിന് ശേഷം 1800 രൂപ. സർ, ഏതായാലും ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. പ്രദീപ് സാർ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. വീണ്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് കഴിവതും ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും കൂടുതൽ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും അതിനോടൊപ്പം തന്നെ എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.